പഠിച്ചു. When I saw you waiting on the side of the streets for me, outside your homes, standing there even till late in the night, waiting to greet me, I saw the love in your eyes and the simplicity of your lives, and I know that your affection and your honesty is something that needs to be valued deeply. ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾ വഴിയരികിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. രാത്രി പലപ്പോഴും നിങ്ങൾ ഒരുപാട് നേരം എനിക്ക് വേണ്ടി കാത്തു നിന്നു. നിങ്ങളുടെ കണ്ണുകളിൽ സ്നേഹമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കണ്ണുകളിലെ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിന്റെ ലാളിത്യവും അവിടെ മനസ്സിലാക്കി. നിങ്ങളുടെ സത്യസന്ധതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. I met farmers here who taught me something as well. ഞാനിവിടെ എന്നെ കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച കർഷകരെയും കണ്ടു. Particularly one farmer called Johnny, who had a big debt of many lakhs, and he was having great difficulty growing his crops because monkeys used to come and eat them, the rains were destroying them. And when I asked him, what are you going to do? You must be very disturbed. He smiled and he said to me, doesn't matter. Next year I will repay it all, everything will be good. So I learned from him that to have a positive attitude, no matter what difficulty you're facing, to be happy and smile and believe that you will be able to face that problem. ഞാൻ ജോണി എന്ന് പറയുന്ന ഒരു കർഷകനെ കണ്ടു. അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു. കുരങ്ങുകളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ വിള നശിപ്പിക്കും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഈ കടകളൊക്കെ ഞാൻ അടുത്ത വർഷം വീട്ടിക്കൊള്ളാം. അദ്ദേഹത്തിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസം ഉണ്ടായാലും അതിനെ പോസിറ്റീവായിട്ട് കാണണം, സന്തോഷമായിട്ടിരിക്കണം, ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന പാഠമാണ് ജോണി എന്ന കർഷകനിൽ നിന്ന് ഞാൻ പഠിച്ചത്. I met a beautiful young woman who ran her own homestay, also facing difficulties because after the landslide, less tourists were coming. I saw the way she was with her mother, more worried about how she is going to pay the staff working for her and how she is going to manage the next day. അത് മാത്രമല്ല, ഞാൻ അവിടെ ഒരു മനോഹരമായ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടു. ആ ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ അമ്മയുടെ കൂടെ ആണ് ആ ഹോം സ്റ്റേ നടത്തുന്നത്. ആ സ്ത്രീ വിഷമിച്ചത് കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ശേഷം അധികം ആളുകൾ അതിഥികളായിട്ട് വരുന്നില്ല. എങ്ങനെയാണ് ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുപരി അവർ ജോലിക്ക് വെച്ചിരുന്ന ആളുകൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത. And when I met that lady, she had with her mother, who was an older lady, and another lady who was working with her for the last 10-15 years. ഞാൻ ആ സ്ത്രീയെ കണ്ടപ്പോ ആ സ്ത്രീയുടെ കൂടെ പ്രായമായ ഒരാളുണ്ടായിരുന്നു. അത് ആ സ്ത്രീയുടെ അമ്മയായിരുന്നു. അത് മാത്രമല്ല, കുറച്ചും കൂടി പ്രായമായ മറ്റൊരു സ്ത്രീ, 10-15 വർഷമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. And as a stranger, a person who met her for the first time, I noticed how she treated both with equal respect. അതില്ല, ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്ന ഒരു അപരിചിതയായ ഒരാളാണ്. ഞാനിപ്പോ ശ്രദ്ധിച്ചതെന്താ, ഈ പെൺകുട്ടി, ഈ സ്ത്രീ, ഈ രണ്ട് അമ്മമാരെയും, ഈ പ്രായമായ രണ്ട് സ്ത്രീകളെയും ഒരുപോലെയുള്ള ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. And before the campaign, when I had come here to visit the victims of the landslide, I met a young boy called Muhammad Hani. അതില്ല, ഈ പ്രചരണത്തിന് മുമ്പ് ഞാൻ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോ ദുരന്തബാധിതരായ ആളുകളെ കാണാൻ വന്നപ്പോ മുഹമ്മദ് ഹാനി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടിയെ ഞാൻ കണ്ടു. Who lost every single member of his family except his grandmother. തന്റെ മുത്തശ്ശി ഒഴിച്ചുള്ള എല്ലാവരെയും ആ പയ്യന് ആ മണ്ണിടിച്ചിൽ അന്നത്തെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയി. When I met this boy, he was brave, but he was also broken. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് തകർന്നു പോയിരിക്കുകയായിരുന്നു. For 6 hours during the landslide with the flooding waters, he had held on to his mother trying to save her life. ആ മണ്ണിടിച്ചിലുണ്ടായപ്പോ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നപ്പോ 6 മണിക്കൂറാണ് ആ കുട്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. And after that he had seen his mother being drowned, being washed away by the waters. അതിനുശേഷം വെള്ളത്തിൽ സ്വന്തം അമ്മ ഒഴുകി പോകുന്നത്, മുങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു ആ കുട്ടി.
But when I came back for the election campaign and I was sending him a message asking him what are his hobbies, because I thought after the election I had sent him something. അതിനുശേഷം ഇലക്ഷൻ പ്രചരണത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇഷ്ടമുള്ള കാര്യങ്ങള്, ആനിയുടെ വിനോദമൊക്കെ എന്താ. അത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. This young boy who had lost everything just 4 months ago sent me a message back saying my hobby is helping those who are suffering. ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി 4 മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജാണ് തിരിച്ചയച്ചതെന്നറിയാമോ? എന്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ്. അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. Not only is he brave, but he has a heart of gold. He is compassionate. അദ്ദേഹം, ആ കുട്ടി എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി മാത്രമല്ല, അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ്, അനുകമ്പയുള്ള കുട്ടിയാണ്. So this young boy, he is your son. That young lady who runs a homestay, she is your daughter. The farmer who is still smiling, although he is in great difficulty, he is your brother. ഈ പറയുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ്. ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളപ്പോഴും ചിരിക്കുന്ന ആ കർഷകൻ നിങ്ങളുടെ സഹോദരനാണ്. And to me, these beautiful people with simple hearts, but a clear understanding of human beings, of life, and of what is right and what is wrong, they are the people of India. They are you who represent all that is beautiful, all that is strong, all that is courageous, all that is united about this beautiful country that we all call ours. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ മനുഷ്യർ, ലളിതമായ ഹൃദയമുള്ള പക്ഷെ ധൈര്യമുള്ള സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത്, ഈ രാജ്യമായ ഇന്ത്യയിൽ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത് അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരരായ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. And so for me, having met so many of you during these days of the campaign, having come here during the time of the tragedy, and being here today, it has been one of the greatest honors of my life. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിന്റെ ദിവസങ്ങളിലും അതുപോലെ ഇന്നത്തെ ദിവസവും ഇവിടെ വരികയും നിങ്ങൾ ഒരുപാട് പേരെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. And to receive your love, to be welcomed by you, to be taken into your homes like a member of your own family, to be hugged, to be kissed, to see you waiting with flowers for me, it is one of the greatest privileges of my life. നിങ്ങൾ എന്നെ ഇത്ര സ്നേഹത്തോടു കൂടി നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്, നിങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി, എന്നെ ഉമ്മ തരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സൗഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കണക്കാക്കുകയാണ്. And for this I truly thank you from my heart. ഇതിനായി ഞാൻ നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹത്തോടു കൂടി സത്യസന്ധമായി ഞാൻ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുകയാണ്. But no matter how many words I say in gratitude, no matter how many times I thank you, it will not actually express what I feel. Yes. So I feel that the best expression of my gratitude to you will be the work I do starting today for the next 5 years as your member of parliament. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും അത് എന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് നന്ദിയും പ്രതിഫലിക്കാൻ ആ വാക്കുകൾ മതിയാവുകയില്ല. അതുകൊണ്ട് നിങ്ങളോടുള്ള എന്റെ കടപ്പാടിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം എന്ന് പറയുന്നത് ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. I know that you face many issues in your daily life. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം. Aside from health services, education services, especially in the tribal areas, പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. as I said, I met farmers who are facing great difficulties. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരെ ഞാൻ കണ്ടു. Growing beautiful crops, spices, coffee, tea, rubber, but not being able to get the right prices for it.
അതുപോലെ ഇവിടെ തന്നെ കാപ്പി, റബ്ബർ തുടങ്ങിയ മനോഹരങ്ങളായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ട കൃത്യമായ വില നിങ്ങൾക്ക് കിട്ടുന്നില്ല. I know that in all these areas the man-animal conflict is a great source of distress for all of you. എനിക്കറിയാം ഈ പ്രദേശങ്ങളിലെല്ലാം വന്യജീവി സംഘർഷം നിങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു കാരണമാണെന്ന് എനിക്കറിയാം. And the long-standing issues of the medical college, of the night ban on the road to Mysore, these are big issues that you have been facing. അതുപോലെ ദീർഘകാലമായി നിലനിൽക്കുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം, യാത്രാ നിരോധനം, അതുപോലെ മൈസൂരിലേക്കുള്ള റോഡ്, ഇതൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. I intend to work very hard together with you, first of all to understand all these problems in depth, and then to try my best to bring all the parties together to resolve them. ഞാൻ നിങ്ങളോട് ആഴത്തിൽ കഠിനാധ്വാനം ചെയ്യും. ഈ പ്രശ്നങ്ങൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യും. I spoke about the tragedy that took place almost exactly 4 months ago, and it's very sad that until now the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy. ഞാൻ നിങ്ങളോട് ഇവിടെ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു. വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുവരെ ദുരന്തബാധിതരായ ആളുകളുടെ പുനരധിവാസത്തിനും അവർക്ക് ആശ്വാസം നൽകുന്നതിനും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ട ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നത് വിഷമമുണ്ടാക്കുന്നതാണ്. All of us, UDF leaders, workers in our own ways are trying to put as much pressure as we can so that this rehabilitation is received by the victims. You must be knowing that even yesterday, some youth Congress workers were protesting and they got lathi charged by the police. നിങ്ങൾക്കറിയാം, നമ്മൾ ഇവിടെയുള്ള എല്ലാവരും, ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും നമ്മുടെ ഇവിടെ ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റുകളിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തണം. നിങ്ങൾക്കറിയാം, ഇന്നലെ ഇതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്യുകയുണ്ടായി. I will be writing to the Chief Minister of Kerala and trying to put as much pressure as possible on the centre as well to provide the rehabilitation that they deserve. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട പുനരധിവാസം നൽകുന്നതിന് വേണ്ടി കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതുന്നതായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് കൃത്യമായ പുനരധിവാസം നടത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരെ ഞാൻ സമീപിക്കുന്നതായിരിക്കും. But I would like to urge both the Prime Minister and the Chief Minister to provide this rehabilitation regardless of politics. ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ട പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. I would urge them to recognize that what happened here was beyond any kind of politics. What happened here was a deep and devastating human tragedy. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്, വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? ഈ ദുരന്തം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറത്താണ്. അതിഭയങ്കരമായ വിനാശമുണ്ടായ ഒരു മാനുഷിക ദുരന്തമാണ് ഇവിടെ നടന്നത്. I believe both of them visited those places and met the victims of the tragedy. So I would like to remind them of those victims and remind them of their faces when they met them. Remind them that we are all human beings. And beyond anything else, we must help those who are suffering and who are in pain as human beings. ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും അവിടെ ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിച്ചു എന്നാണ്. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ മുഖങ്ങൾ ഓർക്കാൻ, അവരെ കണ്ട സമയം ഓർക്കാൻ. കാരണം എല്ലാറ്റിനും ഉപരിയായി നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരെയാണ് സഹായിക്കേണ്ടത്. I spoke earlier about the lady who runs a homestay and was facing difficulties. She's not alone. Due to what happened in the landslide and the amount of publicity it got across India, many people still believe that it is unsafe to come here. But they don't realize that the tragedy, the landslide, took place in a very confined geographical area, and that the rest of this beautiful place is absolutely safe to visit. And we must make a special effort now to invite more tourists back, to show them that it is safe, it is beautiful, and this is the best place to have a nice and relaxing holiday.
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു ഹോം സ്റ്റേ നടത്തുന്ന സ്ത്രീ ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ ആളുകൾ വരുന്നില്ല. അത് ആ സ്ത്രീ തനിയെയല്ല, ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ വയനാട്ടിലേക്ക് വരുന്നത് സുരക്ഷിതമല്ല. അവർ മനസ്സിലാക്കുന്നില്ല ഈ പ്രകൃതി ദുരന്തം ഉണ്ടായത് ചെറിയൊരു ഭൂപ്രദേശത്ത് മാത്രമാണ്. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, വയനാട്ടിൽ പ്രശ്നമുണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ്. ഈ മനോഹരമായ പ്രദേശത്തിന് ഒരുപാട് ഭാഗങ്ങൾ അവർക്ക് സന്ദർശിക്കാനുണ്ട്. അവർക്ക് ആസ്വാദ്യകരമായ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയം ചെലവഴിക്കാൻ വയനാട്ടിലേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. And I think looking forward from here, if we focus on building the tourism industry, strengthening homestays, showing everybody across India and the world what a beautiful destination this is, we can boost employment here, we can build your industry, and we can provide a better future for the young people of Wayanad. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ, ഇവിടുത്തെ ഹോം സ്റ്റേകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ മറ്റു ഭാഗത്തുള്ളവർക്ക്, ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗത്തുള്ളവരോട് എത്ര മനോഹരമാണ് വയനാട് എന്ന് പറഞ്ഞ് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാൻ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. I also believe that strengthening the farming sector so that farmers should not be feeling the kind of distress they are feeling is key to providing better employment opportunities for you. അതുപോലെ തന്നെ ഇവിടെ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ്. കർഷകർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. You grow such beautiful crops here, such beautiful spices. You have coffee, tea, rubber, cinnamon, all sorts of beautiful things, and those should be beautifully marketed for the whole world as well. നിങ്ങൾ ഇവിടെ കാപ്പി, തേയില, അതുപോലെ കറുവപ്പട്ട, അതുപോലെ മനോഹരമായ സുഗന്ധദ്രവ്യങ്ങൾ, വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതൊക്കെ ഈ ലോകം മുഴുവനുള്ള വിപണിയിലേക്ക് നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കണം. So I think that these two major areas should be a focus for us in the future. അതുകൊണ്ട് നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ കരുതുന്നു. But as we fight for a stronger and better future for you, we are also, all of us in the UDF, in the India Alliance, the Congress Party, my brother and I, we are all also engaged in a big battle. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള, അതുപോലെ എന്റെ സഹോദരനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. And that battle that we are fighting is a battle for the spirit of India. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ ചൈതന്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. Battle for everything that our ancestors believed in and fought for. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ച എല്ലാത്തിനു വേണ്ടിയും അവർ എന്തിനൊക്കെയോ പോരാടിയോ അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. For everything that our martyrs died for. നമ്മുടെ രാജ്യത്തെ രക്തസാക്ഷികൾ എന്തിനൊക്കെ വേണ്ടിയാണോ മരിച്ചത് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. It is a battle for the values of the Constitution of India. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. A battle for equality. തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. A battle for your rights to be in your hands, for them to be strengthened, for the power to remain firmly in the hands of the people of India. നിങ്ങളുടെ അവകാശങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളത്, അധികാരം ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. It is a battle to save the institutions of democracy from the destructiveness of the BJP and its policies. ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ബിജെപിയുടെ നാശോന്മുഖമായ പദ്ധതികളിൽ നിന്നും നയങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണത്. And to protect every single Indian, no matter what religion, no matter what caste he belongs to, no matter what gender he or she belongs to. It is a battle to protect you from the divisiveness, from the separation that the BJP is trying to put inside your heart. ഈ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ രാജ്യത്തെ പൗരരെ, ഏത് ജാതിയിലുള്ള ആളാവട്ടെ, ഏത് മതത്തിലുള്ള ആളാവട്ടെ, ഏത് ലിംഗപദവിയിലുള്ള ആളാവട്ടെ, ബിജെപിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിൽ നിന്ന്, ബിജെപി ഉണ്ടാക്കുന്ന ഭിന്നതയിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ
people of Wayanad, my sisters and brothers, are the ones who recognized this truth long ago. നിങ്ങൾ വയനാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങളാണ് ഈ സത്യം വളരെ മുമ്പ് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇവിടെയുള്ളവർ. So I thank you not just for putting me here on this stage as your member of parliament today, but I thank you even more so for recognizing the battle we are fighting, for standing shoulder to shoulder with us in this great war for what we believe is the truth of our beautiful country, India. ഞാൻ നിങ്ങളെ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് നന്ദി പറയുന്നത് ഇന്ന് എന്നെ ഈ വേദിയിൽ നിങ്ങളുടെ ജനപ്രതിനിധിയായി നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ ഞങ്ങൾ പോരാടുന്ന ഈ വലിയ യുദ്ധത്തിൽ, ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഞങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നന്ദി പറയുന്നത്. And my journey with you has just begun. നിങ്ങളോടൊപ്പമുള്ള എന്റെ യാത്ര എന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. I have much more to learn. I have much more work to do. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് പഠിക്കാനുണ്ട്, എനിക്കിനി ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. And I look forward to meeting all of you, to coming to your homes, to understanding you better, and to doing all the hard work that needs to be done to provide you with a strong and vibrant tomorrow. അത് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട്, നിങ്ങളോട് സംസാരിച്ച്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. I am going to learn Malayalam. ഞാൻ മലയാളം പഠിക്കാൻ നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ്. Because I want to talk to all my sisters and know each and every little problem they have. കാരണം എനിക്ക് അവിടെയുള്ള എന്റെ എല്ലാ സഹോദരന്മാരും, നിങ്ങൾ ഓരോരുത്തരോടും വന്ന് സംസാരിച്ച് നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കണം. You know, women are very special to me. നിങ്ങൾക്കറിയാമോ, സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ്. I'm always fighting for your rights. ഞാൻ എല്ലാ